പ്രിയപ്പെട്ടവരെ, നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ NSTA-യുടെ സംസ്ഥാന സമ്മേളനം ഈ വർഷം തൃശ്ശൂരിൽ വെച്ചാണ് നടക്കുന്നത്. ഈ സമ്മേളനം ഒരു പ്രത്യേക സാഹചര്യത്തിന്, നോമ്പുകാലമാണ്, അതിൻ്റെതായ പരിമിതികൾ കൊണ്ടുകൊണ്ട് നമ്മൾ ഈ 3 ദിവസങ്ങൾ നടക്കുന്ന സമ്മേളനം 26, 27 തീയതികളിൽ സംഘടനയുടെ ബിസിനസ് കാര്യങ്ങൾ മാത്രമാക്കി ചുരുക്കി 28-ാം തീയതി പ്രതിനിധി സമ്മേളനമാണ് നടക്കുന്നത്. അയ്യന്തോളിലെ കോസ്മോഡ് ഓഡിറ്റോറിയത്തിൽ 28-ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കെൽ ചെയർമാനും NCPയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ PK രാജൻ മാസ്റ്റർ, പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് അഡ്വക്കേറ്റ് M സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ സമ്മേളനത്തിലെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് K. തോമസ് MLA ആണ്. അപ്പൊ ഇവരുടെ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മൾ അതിന്റെ 26, 27 തീയതികളിൽ സംഘടനയുടെ ഇന്റേണൽ മീറ്റിംഗിനകത്ത് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംഘടനയുടെ അഭിപ്രായ രൂപീകരണം നടത്തുന്നതും അതേ സംബന്ധിച്ച വളരെ വിശദമായ ചർച്ചകളും ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത ഒരു മാറ്റത്തിന്, വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമാണ് ഈ 10 വർഷക്കാലം. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങളിൽ മാത്രമല്ല, അക്കാദമിക നിലവാരത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. കേരള ഗവൺമെന്റിന്റെ പ്രധാന മിഷനുകളിലൊന്നായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ വിദ്യാലയങ്ങൾ ഉയർന്നു വന്നു. മാത്രമല്ല, അക്കാദമിക രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ലോകോത്തരമായ രീതിയിലേക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഷ്കാരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അധ്യാപക ശാക്തീകരണ പ്രവർത്തനങ്ങൾ, വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതിനകത്തും സംഘടനയ്ക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അധ്യയന ദിനങ്ങളുടെ കാര്യത്തിൽ ചില SCRT സംഘടനകളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഈ അധ്യയന ദിനങ്ങൾ സാധാരണ നമ്മൾ സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം പോലുള്ള ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങൾ, അതേപോലെ ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി പോലുള്ള മഹാന്മാരുടെ ഓർമ്മ ദിനങ്ങൾ, ഇത്തരം ദിനങ്ങളെ അവധി ദിനങ്ങളാക്കി മാറ്റാതെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതിലുപരിയായിട്ട് ഈ ദിനങ്ങളെ അധ്യയന ദിനങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ ദിനത്തിനകത്ത് ദേശീയ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പരിപാടികൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് പകരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിലേക്ക് നമ്മുടെ കുഞ്ഞു മനസ്സുകളെ എത്തിക്കുന്ന തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾക്ക് ആ ദിവസം നമ്മൾ പരിപാടികൾ ആവിഷ്കരിക്കണം. അതേപോലെ ഗാന്ധിജിയെ കുറിച്ചുള്ള ഓർമ്മകൾ, ഗാന്ധിയുടെ തത്വങ്ങൾ, ഗാന്ധി മുന്നോട്ട് വെച്ച ദർശനങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിനെ ആഴത്തിൽ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള, ഒരു വർഷം അഹിംസയാണ് നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട തീമായിട്ട് എടുക്കുന്നതെങ്കിൽ ആ വർഷം അഹിംസയുമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധിയുടെ തത്വശാസ്ത്രം എന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പഠന പ്രവർത്തനത്തിന് ആ ദിവസം ഉപയോഗിക്കാം. അടുത്ത വർഷം ഗാന്ധിജിയുടെ സദ്ഭാവനയാണ്, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന തരത്തിലേക്ക് പഠന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ദിവസങ്ങളായിട്ട് ഇത്തരം ദിവസങ്ങളെ മാറ്റിയെടുക്കണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ SCRTക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സമ്മേളനത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. അതേപോലെ ഇന്ന് അധ്യാപകർ നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ, കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് കൂടി കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി മറികടക്കുന്നതിന് കേരള സർക്കാർ അടിയന്തരമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള സർക്കാർ അതിൽ റിവ്യൂ പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, ഈ കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, യോഗ്യതാ പരീക്ഷ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ സർവീസിൽ കയറിയ അധ്യാപകരോട് ഇപ്പോൾ ആ പരീക്ഷ പാസ്സാകണം എന്ന് പറയുന്നതിന് യുക്തിരാഹിത്യം അത് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ കേരളത്തിലെ മൊത്തം അധ്യാപക സംഘടനകൾ, കേരളത്തിലെ
കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ മൊത്ത അധ്യാപക സംഘടനകൾ അക്കാര്യത്തിൽ യോജിച്ച നിലപാടുമായിട്ട് പോയിട്ടുണ്ട്. പല സംഘടനകളും തന്നെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അധ്യാപക പക്ഷത്ത് നിന്നുകൊണ്ട് അധ്യാപകരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ഞങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ നടക്കുന്ന സമ്മേളനം. അപ്പൊ ഈ നോമ്പുകാലത്തിനിടയിൽ പരിമിതമായ സമയപരിധിക്കുള്ളിൽ നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഈ സമ്മേളനത്തിനുണ്ട്. അതിന്റെ ചെറിയ പരിമിതി ഞങ്ങൾക്ക് നേരിടുന്നുണ്ട്. ഞങ്ങളെ സ്വാഗത സംഘം ചെയർമാൻ ഉണ്ട്, CL ജോയ്, അദ്ദേഹം സംസാരിക്കും. ഇനിയിപ്പോ ഇതിലും വിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയാം ഈ NSTA എന്ന സംഘടന അധ്യാപകരുടെ ഇടയിൽ ആൾബലം കൊണ്ട് ചെറുതാണെങ്കിലും വളരെ കഴിഞ്ഞ നമ്മളൊക്കെ നേരിട്ടുള്ള അനുഭവങ്ങളാണ്. കഴിഞ്ഞ കലോത്സവം, സംസ്ഥാനതല കലോത്സവം തൃശ്ശൂർ നടന്നപ്പോൾ അതിൻ്റെ വെൽഫെയർ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്നത് NSTA എന്ന ഈ അധ്യാപക സംഘടനയ്ക്ക്. നമുക്കറിയാം ആ പരിപാടി വെൽഫെയർ കമ്മിറ്റി വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യും. അതിനെ സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ സ്വാഗത സംഘവും കളക്ടറൊക്കെ ഈ സംഘടനയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ആളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ആദർശത്തിലും പ്രവർത്തനത്തിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഈ സംഘടന അതിൻ്റെതായ ബിസിനസ് മീറ്റിംഗ് സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ നടക്കുമ്പോൾ എന്തുകൊണ്ടും അതിൽ തൃശ്ശൂരിൻ്റെ അഭിമാനത്തിനനുസരിച്ചുള്ള പ്രവർത്തനം, അതിൻ്റെ പ്രചരണപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം മാത്രം ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഏത് കാലത്തും NCPക്കും NCPയുടെ പ്രോത്സാഹനങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ എല്ലാ സഹായവും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ കോൺഗ്രസ് SI നിൽക്കുന്ന കാലത്തൊട്ട് അത് ഞങ്ങൾ അനുഭവിച്ചു വരുന്നതാണ്. അപ്പോൾ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വളരെ ഭംഗിയായി അധ്യാപക സംഘടനയുടെ കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സഹായം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുള്ളത്. മുൻ സ്റ്റേറ്റ് പ്രസിഡന്റാണ് KK ശ്രീഷു. അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതാണ്. അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കും. ബഹുമാനായ പത്രപ്രവർത്തന രംഗത്തെ സുഹൃത്തുക്കളെ, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിലവിലുള്ള പ്രസിഡന്റ് വിനോദ് മാഷ് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ അധ്യാപക സമൂഹം മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മേഖല മൊത്തം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് ആശങ്കകൾ ആ രംഗത്ത് നമുക്കുണ്ട്. കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഒരുതരം വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. ചരിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടെ ഭരിക്കുന്ന ആളുകളുടെ ഇംഗിതത്തിനനുസരിച്ച് പല കാര്യങ്ങൾ കൊണ്ടിരിക്കുക. ഒരു പൊതുസമൂഹത്തെ വഴിതെറ്റിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുക എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുത്തുനിൽപ്പിന്റെ ഒരു തുരുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇന്ത്യ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. പക്ഷെ കേരളത്തിൽ അത് ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് കേരളം തന്നെ ആവട്ടെ അതിന്റെ ഒരു മാർഗദർശിയായി മാറേണ്ടത് അതിന് അധ്യാപക സമൂഹമാണ് മുന്നിൽ നിൽക്കേണ്ടത്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിട്ടതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് അധ്യാപക സമൂഹമാണ്. അധ്യാപകർക്കാണ് സാധിക്കുക. കാരണം ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ സമൂഹത്തെ കൈ പിടിച്ചുയർത്താനോ വെളിച്ചം കാണിക്കുവാനോ സാധിച്ച അധ്യാപകർക്കാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടമായിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടത്താണ്. നമ്മുടെ ഭരണകൂടത്തോടെ നമുക്ക് ഏറ്റുവിട്ടത്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളെയും നമുക്ക് ശക്തിയായി എതിർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു ഭരണ മേഖലയിലുള്ള ആളുകളെ ഒരു അധ്യാപകവർഗത്തിന് മാത്രം സാധിക്കില്ല. അധ്യാപകർക്ക് സാധിക്കുക സമൂഹത്തെ ബോധിപ്പിക്കുക എന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും NSTA എന്ന സംഘടന ആ കാര്യത്തിൽ വളരെ മുൻപന്തിയിലുണ്ടാവും. ചെറുത് ആണെങ്കിൽ പോലും ആശയപരമായി വലിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഊർജ്ജമായി മാറാൻ NSTക്ക് സാധിക്കും. നമ്മൾ ഓരോ സമ്മേളനത്തിലും ഇത് ഉയർത്താറുണ്ട്. നമ്മൾ വരുന്ന ഈ ഭീഷണിയെ, ഈ ഫെഡറൽ സംവിധാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഫെഡറൽ സത്തുകളൊക്കെ മറച്ചുകൊണ്ടാണ് PMCയിൽ ഒപ്പിടാനൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങൾ. അപ്പോൾ PMCയിൽ ഒപ്പിട്ടില്ലെങ്കിൽ പണം ഉണ്ടാകില്ല. കാരണം നമുക്ക് അർഹതപ്പെട്ടതുപോലെ തരണമെങ്കിൽ ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പുവെക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ അധ്യാപക സമൂഹത്തോട് മൊത്തം നമുക്ക് പറയാനുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മതേതര സങ്കല്പങ്ങളെ നിലനിർത്താൻ വേണ്ടി ഇന്ത്യയിലെ ചെറുത്തുനിൽപ്പിന്റെ തുരുത്തായി നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മുഴുവൻ ആളുകളും അണിനിരക്കണമെന്നാണ്. അതിന് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമ രംഗത്തെ സുഹൃത്തുക്കളാണ്. നിങ്ങൾ കൂടി അതിന് പിന്തുണ തരണം.
നിങ്ങളുടെ പിന്തുണയുള്ള സമൂഹം അറിയാം. അപ്പൊ മാധ്യമങ്ങൾക്ക് ഒരുപാട് റോൾ വഹിക്കാൻ സാധിക്കും. നമ്മൾ പറയുന്ന ചെറിയ ശബ്ദമാണെങ്കിലും അത് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നിങ്ങളാണ്. തീർച്ചയായിട്ടും ചെറിയവൻ പറയുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ കാണാതെ നിങ്ങളത് സമൂഹത്തിന്റെ വലിയൊരു കാര്യത്തിലാണെന്നുള്ള ഒരു കാര്യം നമുക്ക് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും അത്തരം സംവിധാനങ്ങൾക്കെതിരെ പോരാടുള്ള ഒരു ശക്തിയായി ഈ സമ്മേളനം മാറ്റുമെന്നാണ് ഞാൻ പറയാനുള്ളത്. നമ്മള് ഈ സമ്മേളനത്തിൽ ഈ മീറ്റിംഗിൽ രണ്ടുപേരും കൂടി പങ്കെടുക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ജനറൽ സെക്രട്ടറി അഷ്റഫ് മാഷാണ്. മറ്റൊന്ന് ഇവിടെ മീഡിയ സെൽ കൺവീനർ ചെയർമാൻ ഒരു സായൂജ് ശ്രീമംഗലമാണ്. പിന്നെ അവര് ഈ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളതാണ്.